എന്നോട് വിശേഷം ഇല്ല, ഞങ്ങളങ്ങനെ വിളിക്കുന്നത്. ജോസേട്ട എന്നോട് വിശേഷം നല്ല വിശേഷം. സുഖമായിട്ട് പോകണ്ട. എനിക്ക് തോന്നുന്നത് 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണ്. ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ് ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ല പ്രശ്നം. ഞാൻ നിങ്ങളെ ഏറ്റെടുത്ത എനിക്ക് സമാധാനമാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ കൊണ്ട് സന്തോഷം. എങ്കിലും സിനിമയിൽ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ വലിയ ട്രിപ്പല്ല. നമ്മൾ സാധാരണ സിനിമയിൽ വയ്ക്കുമ്പോൾ വലിയ സിനിമയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നുവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ. എന്നാലും പരമാവധി. പിന്നെ കഥ, നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. മറ്റുള്ളവർക്ക് തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമാശ എന്ന് പറയാൻ പറ്റില്ല, ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞ മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയമുണ്ടാവും. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ജോസിന്റെ എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്ന അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാൽ പോകില്ല. അത് ഇങ്ങനെ അണ്ടുപിടിച്ചിരിക്കുന്നത് പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് പറഞ്ഞതാണ് ഞാൻ. അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറഞ്ഞു, ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ നിനക്ക് കഥ അറിയാവെന്ന് ചോദിച്ചൊരു സംഭവം മമ്മൂക്കാൻ നിങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എല്ലാം ആദ്യം പറഞ്ഞ എന്നോട് നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞു. അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാരോടെ രണ്ടാമത്തെ സിനിമ. ഈ ടെറൈനിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി ജോണറിൽ നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ ഒരു അച്ചായനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായത് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ. അപ്പൊ എന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യുക. അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? റീവിസിറ്റ് ചെയ്യുന്നില്ല. ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാസന്ദർഭങ്ങളല്ല ഈ സിനിമ. അതാണ് അതിന്റെ വ്യത്യസ്തമാണ്. നമ്മുടെ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം ധന്യമാണ്. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല. ഇപ്പോൾ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണൻ ഒരുപോലെയല്ലല്ലോ. അപ്പോൾ കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് മൊത്തമായിട്ട്. അപ്പൊ കഥ മാറും, കഥാപാത്രം മാറും. അങ്ങനെയൊക്കെ എടുക്കാൻ പോകും. നമുക്ക് പറയാണ്ടായി ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ടിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒഴിച്ചടിക്കല്ലേ അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും മുടക്കില്ല. അങ്ങനെ ഡയറക്ടർ പറയട്ടെ, സ്ട്രോങ് ആണോ, ഡബിൾ സ്ട്രോങ് ആണോ, ട്രിപ്പിൾ സ്ട്രോങ് ആണോ? നിങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ നിങ്ങളുടെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾ കാണുന്നുണ്ടാകാൻ തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും.